ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. നമുക്കറിയാം സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കാദമിക് ഇയർ തുടങ്ങി, ഇത് ജൂലൈ മാസം എത്തിയിരിക്കുന്നു. മാസങ്ങൾ കടന്നുപോയത് നമ്മൾ തന്നെ അറിഞ്ഞത് നോക്കി വളരെ പെട്ടെന്നാണ് കടന്നു പോയിരിക്കുന്നത്. സോ ഒരുപാട് മക്കൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം. ഇപ്പോൾ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഓവറോൾ 5 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് പ്രോസസ്സസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിലെല്ലാ കോൺസെപ്റ്റും വളരെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്തു, ഇൻക്ലൂഡിങ് ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാച്ചിൽ. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 സിസ്റ്റംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നെർവസ് സിസ്റ്റം, ആ സിസ്റ്റത്തിൽ നമ്മുടെ ബ്രെയിന്, നമ്മുടെ നെർവ്സ്, അതുപോലെ തന്നെ റിഫ്ലക്സ് ആക്ഷൻ, ബ്രെയിനിൻ്റെ പാർട്സ്, ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻസ്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്ന ചാപ്റ്ററാണ്. അതിനുശേഷം നമ്മളെ എൻഡോക്രൈൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്ന ഹോർമോണുകളെ കുറിച്ച് പഠിക്കും. എൻഡോക്രൈൻ ഗ്ലാൻസ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന രസകരമായിട്ടൊരു ചാപ്റ്റർ തന്നെയാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല മക്കളുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ആവലാതി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സങ്കടം എന്ന് പറയുന്നത് ലൈഫ് പ്രോസസ്സ് നേരാവണ്ണം പഠിക്കാൻ പറ്റിയിട്ടില്ല സാറേ. അപ്പോൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ടെൻഷൻ ഭാവിയിലേക്ക്, അല്ലെങ്കിൽ ഇനി ഫർദർ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് അസ്ത്ര 2.0. മക്കളെ, ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ലൈഫ് പ്രോസസ്സിൻ്റെ റെക്കോർഡഡ് സെഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് സെഷൻസ് വെറുതെ അവൈലബിൾ അല്ല, ഓരോ സെഷൻസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അതിലെ പ്രധാനപ്പെട്ട കീ ഏരിയാസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ഷാർപ്പായി തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ മാസം ജൂലൈ മാസം അവസാനിക്കുന്നതോടുകൂടി കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലൈവ് സെഷൻസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ടീച്ചറെ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ആ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഈ പറഞ്ഞ ജൂലൈ മാസത്തോടെ കഴിയുന്നതോടുകൂടി നമ്മൾ എക്സാമിലേക്ക് കടക്കുകയാണ്. സോ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡായി പോകുമ്പോൾ മാത്രമേ നമ്മുടെ ബാച്ചിൻ്റെ ഒരു പ്ലാനിങ് പ്രകാരം നവംബർ അവസാനം ആകുമ്പോഴേക്ക് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിനുശേഷം നമുക്ക് റിവിഷൻ്റെ ടൈമാണ്. കൂടുതൽ റിവൈസ് ചെയ്യുമ്പോഴാണ് കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നല്ല മാർക്കിലേക്ക് എത്താൻ സഹായകരമാവുന്നത് അത് തന്നെയാണ്, റിവിഷൻ തന്നെയാണ്. സോ മക്കളെ, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് കുറച്ചുകൂടി ഫാസ്റ്റർ ആവും. നമുക്ക് വളരെ സ്പീഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സമയം അധികം കളയാതെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതിന് സഹായിക്കുന്ന സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റഡി മെറ്റീരിയലാണ് നമ്മളെ ഗൈഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് സൈലം സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് ആ ഒരു ഗൈഡ് കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ ഗൈഡിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കറിയാം CBSE ബോർഡ് എക്സാം പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻ, കേസ് സ്റ്റഡി, അങ്ങനെ അടങ്ങുന്ന അനവധി ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് CBSE ബോർഡ് എക്സാമിന് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗൈഡാണ് മക്കളെ നിങ്ങൾക്ക് സൈലം സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡിങ് 2025 ക്വസ്റ്റ്യൻ. 2025 തൊട്ട് മുന്നേ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അടക്കം ആ ഗൈഡിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു അവസരം കൂടി നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാവരും ആ സൈലം സ്റ്റോറിൽ വിസിറ്റ് ചെയ്ത് ഈ ഒരു ഗൈഡ് കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എൻറോൾ ചെയ്യാൻ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് അടിച്ചു പൊളിച്ച് പഠിക്കണം. മികച്ച മാർക്ക് തന്നെ നമുക്ക് ബോർഡ് എക്സാമിന് നേടാം. ബൈ.